ചന്ന മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെള്ളക്കടലയാണ് ചന്ന മസാല ഉണ്ടാക്കാനായിട്ട് അതിന്റെ കൂട്ടത്തിൽ 1/2 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കടൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി കുക്കർ നമുക്ക് അടച്ചിട്ട് അത് വേവിക്കാൻ വെക്കാം. കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് ചന്ന മസാല ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടട്ടെ. ജീരകം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ചെറിയ സബോള കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാൻ. സവാള എളുപ്പം വാടി വരാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. സവാള പകുതി വാടി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. സബോള വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസായിട്ടും ചേർക്കാം കേട്ടോ. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മസാലപ്പൊടി, ഗരം മസാലയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണ്. 2 ചെറിയ തക്കാളിയാണുള്ളൂ, വലുതായ പുളിയായിരിക്കും. ഇതിങ്ങനെ ഇളക്കി നന്നായിട്ട് ചൂടായി അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. തക്കാളിയുടെ പച്ചച്ചൊവയൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ആ വെള്ളത്തോടു കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. കറി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പശുവും പാല് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. ഞാൻ പശുവും പാലാണ് ചേർത്ത് കൊടുത്തത്, ഒരു 1/4 കപ്പ്. ചന്ന മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചന്ന മസാല അത് ഇത്രയേ ഉള്ളൂ. ചന്ന മസാല ഉണ്ടാക്കുന്ന രീതി കേട്ടോ. ചന്ന മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ.